ഏകദേശം ഒരു 8-10 വർഷം സഹസംവിധായകനായ ശേഷമാണ് സത്യൻ അന്തിക്കാട് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാവുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരു ഗാനരചയിതാവ് കൂടിയായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 1981 സത്യൻ അന്തിക്കാട് ആദ്യമായിട്ടൊരു സിനിമ പ്ലാൻ ചെയ്യുന്നത്. അത് നെടുമുടി വേണുവിനെയും കമലഹാസനെയും വെച്ചൊക്കെയായിരുന്നു സിനിമ പ്ലാൻ ചെയ്തത്. പക്ഷേ ആ സിനിമ സംഭവിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സംവിധാന സംരംഭം ആരംഭിക്കുന്നത് 82. അതിലെ നായകൻ അന്നത്തെ ഒരു മെയിൻ യുവ നടനായിരുന്ന സുകുമാരൻ തന്നെയായിരുന്നു. ആ സിനിമയുടെ പേരാണ് കുറുക്കൻ്റെ കല്യാണം. കുറുക്കൻ്റെ കല്യാണത്തിൽ സുകുമാരൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ശിവസുബ്രഹ്മണ്യം എന്നാണ്. അതൊരു 10-30 വയസ്സൊക്കെയായി കല്യാണമൊന്നും കഴിക്കാതെ അച്ഛനെ പേടിച്ച് ജീവിക്കുന്ന ഒരു കഥാപാത്രം. അതായത് അധികം ഇൻട്രാക്ട് ചെയ്തിട്ടില്ല, ആളുകളോട് സംസാരിക്കാൻ അറിയില്ല. അതായത് ഒരു സിറ്റി ലൈഫൊന്നും കാണാത്തൊരു കഥാപാത്രമാണ്. അങ്ങനെ അച്ഛനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് തൻ്റെ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്നത്, അത് ജഗദീഷ് ശ്രീകുമാറാണ് ആ വേഷം ചെയ്തത്. ജഗദീഷ് ശ്രീകുമാർ സിറ്റിയിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ ജഗദീഷ് ശ്രീകുമാറിൻ്റെ അടുത്തെത്തി ഒരു ജോലിയൊക്കെ അന്വേഷിച്ച് ഒരു ജോലിക്കൊക്കെ കയറുന്ന ഒരു കഥാപാത്രമാണ്. അതായത് സുകുമാരനെ അതുവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കൂടുതലും, ഇപ്പോൾ ഞാനൊക്കെ കണ്ടിരിക്കുന്ന ആ സമയത്ത് 80കളുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുകുമാരൻ വളരെ സീരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ആക്ഷൻ റോള്, ഒരു ഇമോഷണൽ ഫാമിലി, ഇങ്ങനത്തെ റോളുകളാണ്.